ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷീജി. എല്ലാവർക്കും SR കോഫീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ. തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ നെയ്യും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ഗ്ലാസ്സിലോട്ട് തന്നെയാണ് എടുത്തേക്കണേ, അതാണ് ഈ കളറ്. വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്ക് തന്നെ വേണം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് തേങ്ങ ഞാൻ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കപ്പഴത്തിന് പകരം നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കര മധുരത്തിന് വേണ്ടി വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ചക്കപ്പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് അങ്ങനെയും തയ്യാറാക്കാം. ചക്കപ്പഴമൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്താം. ഞാൻ ഇച്ചിരി ജീരകം മാത്രം കൈ കൊണ്ട് തിരുമ്മി ഇങ്ങനെ ഇടണം. അത്യാവശ്യം മധുരമുണ്ട് ഈ ചക്കപ്പഴത്തിന്, അതുകൊണ്ട് ഞാൻ ഒത്തിരി ശർക്കര ചീകി എടുത്തിട്ടില്ല. ഇത് തന്നെ മിക്സാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ ദോശക്കല്ല് തയ്യാറാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് എണ്ണയും കൂടെ ഞാൻ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവും ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഇതാണ് വേണ്ടത്, എന്ന് വെച്ചാൽ കട്ടിക്ക് തന്നെ വേണം. ദോശനെ പോലെ ഒത്തിരി സോഫ്റ്റ് ആക്കി എടുക്കണ്ട, ഒത്തിരി നൈസായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ അകത്ത് വെച്ച ഫില്ലിങ്ങൊക്കെ ചക്കപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളത് മൂടി വെച്ച് കൊടുത്തപ്പോൾ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. ഈ സൈഡ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിനും കൂടെ ഒന്ന് മൂടി വെച്ച് കുക്കാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളല്ല നമ്മുടെ വീട്ടിൽ നമുക്കൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. ഈ അടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.